Hello, Makale. Welcome back to Interval. This is your HR Marsha, your physics faculty. ഓക്കെ സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് എക്സാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ക്രിസ്മസ് എക്സാം വരാൻ പോവാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ എക്സാം തുടങ്ങും. നിങ്ങൾക്ക് അറിയാം, +1 ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം 2 days ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ച് തുടങ്ങണം. ഓക്കെ, സോ ആ ക്രിസ്മസ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പക്ഷേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷനിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. മോഷൻ എന്ന് പറയുമ്പോൾ 1 dimensional മോഷൻ സ്ട്രേറ്റ് ലൈൻ, അതിന് അറൗണ്ട് 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പിന്നെ 2 dimensional അല്ലെങ്കിൽ മോഷൻ പ്ലെയിൻ അറൗണ്ട് 11 മാർക്കിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ നോക്കാം. ഇതൊരു ചോയ്സ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാർക്കിംഗ് ആണ്. ഓക്കെ, ലോസ് ഓഫ് മോഷൻ ദാറ്റ് ഈസ് അറൗണ്ട് 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നോക്കി അറൗണ്ട് ഒരു 25 to 28 മാർക്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഇന്ന് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാർക്ക് എഴുതാൻ പറ്റും. 3 ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും മാർക്ക് അറൗണ്ട് ഹാഫ് ഓഫ് ദ മാർക്ക് അല്ലേ, അറൗണ്ട് 60 മാർക്സാണ് എക്സാം നടക്കുകയാണെങ്കിൽ അപ്പോൾ എത്രയും പകുതി മാർക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ അഥവാ മോഷൻ സ്ട്രേറ്റ് ലൈനിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കൈനമാറ്റിക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം 3 ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. V is equal to U plus AT, V is equal to V square is equal to U square plus 2AS, അതേപോലെ തന്നെ S is equal to UT plus half AT square. ഇതിൽ എന്തായാലും ഒരു ഡെറിവേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ടോപ്പിക്സിനാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മോഷൻ സ്ട്രേറ്റ് ലൈനിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ഏതാണ്, കൈനമാറ്റിക് ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഡെറിവേഷൻസ് പഠിക്കാതെ ബേസിക് പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നെങ്കിൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഡെറിവേഷൻ പാർട്ടിലോട്ട് പോകാം. ദാറ്റ് ഈസ് കൈനമാറ്റിക് ഇക്വേഷൻസ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്, ആ ഒരു സ്ട്രേറ്റ് ലൈൻ മോഷൻ ആണ്. അറൗണ്ട് നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാർക്ക് എത്രയാണ്, 8 മാർക്സ് ആണ് വിത്ത് ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ. ഓക്കെ, സോ കൈനമാറ്റിക് ഇക്വേഷൻസ് വളരെ ഈസി ഡെറിവേഷൻ ആണ് അല്ലേ. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയാം എക്സാം ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ക്രിസ്മസ് എക്സാം ആണെന്ന് വിചാരിച്ച് മടി കാണിക്കരുത്. നമുക്കറിയാം ഓൺ എക്സാം ശരിക്കും നടന്നിട്ടില്ല, ഒഫീഷ്യലായിട്ട് നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടേമിൽ വരുന്ന ടോപ്പിക്സ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ടേമിലെ ടോപ്പിക്സും ഉണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് ടേംസിലെ ടോപ്പിക്സും ഉണ്ട്. ഓക്കെ, അറൗണ്ട് തെർമോഡൈനാമിക്സ് വരെ നമുക്ക് ആ ഒരു സിലബസ് വരുന്നുണ്ട്. ഓക്കെ, തെർമോഡൈനാമിക്സ് ഉണ്ട്, തെർമൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫ്ലൂയിഡ്സ് ഉണ്ട്, സോളിഡ്സ് ഉണ്ട് സെക്കൻഡ് പാർട്ടിലോട്ട് പോകുന്ന സമയത്ത്. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ ഗ്രാവിറ്റേഷൻ വരെ ഉണ്ടോ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ചോദിക്കുവേ ഒരേപോലെ എങ്ങനെയാണോ അതിന് വെയിറ്റേജ് വരുന്നത് അതേപോലെ ഇത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ടേമത്ത് അവിടെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത്, അതിന് ചോദിക്കും. എക്സാം ചെറിയ രീതിയിൽ സ്കൂളിൽ നടന്നെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ നെഗ്ലക്ട് ചെയ്ത് ആ ഒരു പോർഷന് ടോപ്പിക്സ് എക്സാമിന് ചോദിക്കും. കാരണം എന്താണ്, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഒഫീഷ്യൽ എക്സാം റൺ ബൈ ദ ഗവൺമെൻറ്. ഓക്കെ, സോ കമ്മിങ് ടു ദ സ്ട്രേറ്റ് ലൈൻ മോഷൻ കൈനമാറ്റിക് ഇക്വേഷൻ ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ യൂണിഫോം മോഷൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, V is equal to U plus AT ഇക്വേഷൻ ഉണ്ട്, അതേപോലെ V square is equal to U square plus 2AS ഉണ്ട്, അതേപോലെ തന്നെ S is equal to UT plus half AT square. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് V is equal to U plus AT കിട്ടുന്ന ഇക്വേഷൻ ആണ്. ജസ്റ്റ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലൈക്ക് ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. V is equal to U plus AT ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗ്രാഫ് നമ്മൾ ആദ്യം വരയ്ക്കണം. നമ്മൾ വരയ്ക്കണം, ഒരു ലീനിയർ മോഷൻ ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. ഞാൻ ജസ്റ്റ് ഒരു ഗ്രാഫ് ഇവിടെ കാണിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ, വെർട്ടിക്കൽ ആയിട്ട് ലൈൻ ഞാൻ വൈ ആയി കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ എക്സിൽ ആയിരിക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് ടേം ആയിരിക്കും, ടൈമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സിൽ വൈയിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഒരു വെലോസിറ്റി, ഞാനൊരു വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇവിടെ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചു, ഒരു യു ഇനീഷ്യൽ വെലോസിറ്റിയാണ് ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ മോഷൻ എങ്ങനെ ആയിരിക്കും, ലീനിയർ മോഷനാണ്, യൂണിഫോം ആക്സിലറേറ്റർ മോഷനാണ്, ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും, ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ യു വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോയിന്റിൽ എത്തി അത് സ്റ്റോപ്പ് ചെയ്യുന്നു, ആൻഡ് ദാറ്റ് വെലോസിറ്റി ഈസ് കൺസിഡർഡ് ആസ് ടു ബി ദ ഫൈനൽ വെലോസിറ്റി വി. ഓക്കെ, സോ യുവിൽ തുടങ്ങി വിയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ടൈം എന്തായിരിക്കും, ടി ടൈം ആയിരിക്കും. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ കേസിൽ അവിടെ ടൈം എന്തായാലും 0 ആണ്, എന്നാൽ വി വെലോസിറ്റി എത്തുമ്പോൾ ടൈം നിങ്ങൾ ടി ടൈം ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ആൻഡ് ഹിയർ വി ആർ കൺസിഡർ ദ ഡെറിവേഷൻ പാർട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് എടുക്കേണ്ടത്. നമ്മൾ എന്താ റിലേറ്റ് ചെയ്യാൻ പോകുന്നതോ വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. എന്തോ V is equal to U plus AT എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. എന്താണ്, വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. വെലോസിറ്റി ടൈം റിലേഷൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതോ V is equal to U plus AT ഇക്വേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നോക്കി, y ആക്സിൽ ആരാ, വെലോസിറ്റി ആണ്, x ആക്സിൽ ആരാണ് ടൈമാണ്. അപ്പോൾ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ആ ഒരു വെലോസിറ്റി ചേഞ്ച് ബൈ ടൈം അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് നോക്കി ഞാനിപ്പോൾ സ്ലോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഇവിടുത്തെ സ്ലോപ്പ് കൺസിഡർ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈ മാർക്കിങ് നോക്കി, ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U ആണ്, ശരിയാണോ? ഓക്കെ, അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ആണ്.
ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ്? വി മൈനസ് യു ആയിരിക്കും, വി മൈനസ് യു ആയിരിക്കും. ശരിയാണോ? ശരിയാണോ? സോ ഇവിടുത്തെ സ്ലോപ്പ് പറയുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് ഡിനോട്ട് ചെയ്യാം, പോയിൻറ്റ്സുകൾ ഡിനോട്ട് ചെയ്യാം. അങ്ങനെ സ്ലോപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു പോയിന്റ് ഞാൻ എ എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ പോയിന്റ് ഞാൻ ബി എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ പോയിന്റ് ഞാൻ സി എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ സ്ലോപ്പ് പറയുമ്പോൾ എങ്ങനെ പറയാം? വൈ ആക്സിൻ്റെ പോയിന്റ് അഥവാ ബി സി ബൈ ദെൻ എക്സ് ആക്സ് ആണ്, ദാറ്റ് ഈസ് എ സി. ഓക്കെ, ഇപ്പോൾ സ്ലോപ്പ് ഇസ് ഇക്വൽ ടു എന്ത് പറയാം? സ്ലോപ്പ് ഇസ് ഇക്വൽ ടു എന്ന രീതിയിലോട്ട് സ്ലോപ്പ് ഇസ് ഇക്വൽ ടു ബി സി ബൈ എ സി എന്ന് പറയാം. സോ എന്താണ് ബി സി നോക്കിയേ, എന്താണ് ബി സി? എന്താണ് ബി സി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തു, അതെന്താണ്? വി മൈനസ് യു ആണല്ലോ. എന്താണ് എ സി എന്ന് പറഞ്ഞാൽ? അത് ടി ആണ് അല്ലേ? ആ വൈ എക്സ് ആക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ടി ആണ് ഇവിടെ. ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ടി ആണ്, ടൈമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാം? വി മൈനസ് യു ബൈ ടി എന്ന് കിട്ടും. ഇതാണ് എന്ത് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇത് എന്തിനിക്കും ആക്ച്വലി? എന്താ വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാലോ? ദാറ്റ് ഈസ് ആക്സിലറേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഈ ചാപ്റ്റർ തന്നെ പഠിക്കുന്നുണ്ടോ? Slope of VT graph, that is acceleration. Okay, so A is equal to V minus U by T എന്ന് കിട്ടും from the graph. Then T ഈ സൈഡിലോട്ട് പോകും, ഡിവൈഡ് ബൈ T സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു ടി ആയിട്ട് മാറുമല്ലോ. അപ്പോൾ എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു, അല്ലെങ്കിൽ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് പറയാം. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ മൈനസ് യുനെ ഈ സൈഡിലോട്ട് കൊണ്ടുപോയിക്കൂടെ, അപ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് യു ആയിട്ട് മാറും. അപ്പോൾ എനിക്കെന്ത് പറയാം? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയാം. So this is how we get the equation v is equal to u plus at. ഓക്കെ, ഇതാണ് എന്ത്? വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തതിലോട്ട് പോകാം, പൊസിഷൻ ടൈം റിലേഷൻ. എന്താണ് പൊസിഷൻ ടൈം റിലേഷൻ? അതിൽ നമ്മൾ ഈ സെയിം ഗ്രാഫ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പൊസിഷൻ ടൈം റിലേഷൻ നമുക്ക് സെയിം ഗ്രാഫാണ് കൺസിഡർ ചെയ്യുന്നത്. വി ആർ കൺസിഡറിങ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഏതാണ്? ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ ഗ്രാഫ്? ഇതാണ് ഗ്രാഫ്, ലീനിയർ ഗ്രാഫ്. ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന പോർഷൻ. Okay, so here we are discussing the displacement time, position time relation. ഓക്കെ, അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ ഗ്രാഫിൻ്റെ താഴെ ഒരു ട്രയാങ്കിളും ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ഒരു സ്ക്വയറും ഉണ്ട്. ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഇതാണോ? ഇതൊരു സ്ക്വയറാണ്. ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയാം. ഓക്കെ, ഒരു റെക്റ്റാങ്കിളും അതേപോലെ ട്രയാങ്കിളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്ത് പറയാം? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ അടുത്ത റിലേഷനിലോട്ടാണ് പോകുന്നത്, ദാറ്റ് ഈസ് പൊസിഷൻ ടൈം റിലേഷൻ. സെയിം ഗ്രാഫാണ്, പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഏരിയ അണ്ടർ ദ ഗ്രാഫാണ് കൺസിഡർ ചെയ്യുന്നത്, വിച്ച് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, സോ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പിക്ചർ കാണിച്ചു തന്നു. അതിൽ ആരൊക്കെയുണ്ട്? ഒരു ട്രയാങ്കിളും ഉണ്ട്, അതേപോലെ ഒരു റെക്റ്റാങ്കിളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഓക്കെ ആണോ? എന്താ ഏരിയൻ്റെ ട്രയാങ്കിളോ? വളരെ ചെറിയ കുട്ടിയോട് ചോദിക്കുന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത് അല്ലേ? ട്രയാങ്കിൾ ഏരിയ അറിയാത്ത ആരുണ്ടാവുക? എന്താണ്? ഹാഫ് ബി എച്ച് അറിയില്ലേ? ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. ഇനി അതിലോട്ട് അതിൻ്റെ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഗ്രാഫ് റെഫർ ചെയ്യണം. എന്താണ് ബ്രെഡ്ത്ത്, അതേപോലെ എന്താണ് ഹൈറ്റ്. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് ഇതിലോട്ട് റെഫർ ചെയ്തിട്ട് കൊടുക്കണം. സോ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നോക്കി, അത് വി ആണ്. ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അതേപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ യെസ്, നമ്മൾ ട്രയാങ്കിൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ട്രയാങ്കിളിൻ്റെ ബ്രെഡ്ത്തും ഹൈറ്റ് എന്ന് പറയുമ്പോൾ നോക്കി, ഞാൻ ട്രയാങ്കിൾ മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ദ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മൈനസ് യു ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈമാണ്. ശരിയാണോ? ടൈമാണ്. അപ്പോൾ എന്ത് കൊടുക്കാം? ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി. ഓക്കെ ആണോ? ദെൻ റെക്റ്റാങ്കിളിൻ്റെ കേസിലോട്ട് വരാം. എന്താ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് എഗെയിൻ ടി ആണ്. ഓക്കെ, ദെൻ ബ്രെഡ്ത്ത് എന്താണ്? യു ആണ്. അപ്പോൾ യു ടി എന്ന് കൊടുക്കാം. അപ്പോൾ എസ് ഇസ് ഇക്വൽ ടു ഹാഫ് വി മൈനസ് യു ഇൻറ്റു ടി പ്ലസ് യു ടി എന്ന് കിട്ടി. ശരിയാണോ? ഓക്കെ, സോ നെക്സ്റ്റ് എന്തായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക? ഇവിടെ എസ് ഇസ് ഇക്വൽ ടു എന്ത് കിട്ടി? യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി എന്ന് കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ?
ഓക്കെ അല്ലേ? ഇനി വി മൈനസ് യു നമ്മൾ റിപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു കൺസിഡറേഷൻ, വി മൈനസ് യുവിനെ റിപ്ലേസ് ചെയ്യാൻ പോകുന്നത്. എന്ത് വെച്ച് നമ്മൾ റിപ്ലേസ് ചെയ്യാൻ പോകുന്നതോ, നമ്മളിവിടെ ഒരു സ്ലോപ്പ്, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഫസ്റ്റ് ആ ഒരു കൈനമാറ്റിക് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് വി മൈനസ് യു സിക്വൽ ടു എ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടിയിരുന്നു. അല്ലെങ്കിൽ എ സിക്വൽ ടു വി മൈനസ്, അത് പറയാൻ വേണമെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ട. ഓക്കെ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ആ ഒരു ഡെറിവേഷൻ്റെ കേസിൽ വി മൈനസ് യു ബൈ ടി ഇസ് ഇക്വൽ ടു എ എന്ന് കിട്ടിയിരുന്നല്ലോ. ആ ടീനെ ഇവിടെ കൊണ്ടുപോകുമ്പോൾ വി മൈനസ് യു ഇസ് ഇക്വൽ ടു എ ടി എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഡെറിവേഷനിൽ കണ്ട വി മൈനസ് യുവിന് പകരം എന്ത് കൊടുക്കാൻ പോവുകയാണോ? എ ടി കൊടുക്കാൻ പോവുകയാണോ? ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? അത് ഞാൻ യു ടിന് ആദ്യം എഴുതുന്നു, കൺഫ്യൂഷൻ ആവേണ്ട, യു ടി ആദ്യം എഴുതുന്നു. ഓക്കെ, സോ യു ടി ആദ്യം എഴുതുന്നു, ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി പ്ലസ് യു ടി. അത് ഞാൻ യു ടി എഴുതുവാണ്. ഓക്കെ, യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? എ ടി ആയിട്ട് മാറിയിട്ടുണ്ട്, മറക്കരുത്. അതിന് കൂടെ ഒരു ടീം കൂടി വരുന്നുണ്ട്. അപ്പോൾ ടി ടു ടി എന്തായിട്ട് മാറി? ടി സ്ക്വയർ ആയില്ലേ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കിട്ടിയില്ലേ? ദിസ് ഈസ് ദ പൊസിഷൻ ടൈം റിലേഷൻ, സെക്കൻഡ് കൈനമാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് മൂന്നാമത്തെ ഇക്വേഷനോട്ട് വരുവാണ്. ഏതായിരുന്നു മൂന്നാമത്തെ ഇക്വേഷനോ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഇക്വൽ ടു എസ്, അല്ലെങ്കിൽ എന്ന് പറയാം വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as പഠിക്കുന്ന ആളുകളുണ്ട്. ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്തതാണ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഒരു ഇതിലോട്ട് വരാം. ദാറ്റ് ഈസ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. അതിൽ ടൈം വരുന്നുണ്ടോ? ടി വരുന്നുണ്ടോ അതിൽ? ഇല്ല, ടൈം വരില്ല. ഓക്കെ, ദാറ്റ് ഈസ് പൊസിഷൻ, എന്താണ്? പൊസിഷൻ വെലോസിറ്റി റിലേഷൻ, തേർഡ് കൈനമാറ്റിക് ഇക്വേഷൻ. ഓക്കെ, സോ ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ തന്നെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്താക്കി എടുക്കുകയാണ്? ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം, വെലോസിറ്റി ടൈം എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് അത് വെലോസിറ്റി ആയിരിക്കും. ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ ആവറേജ് വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. വെലോസിറ്റി ഇൻറ്റു ടൈമാണ്, ഞാനിവിടെ ആവറേജ് വെലോസിറ്റി എന്ന് എടുക്കുന്നു, ഇൻറ്റു ടൈം. ഓക്കെ, സോ ഇനി എന്താണ് ആവറേജ് വെലോസിറ്റി ആണ് നോക്കേണ്ടത്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആവറേജിന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി ഇങ്ങനെ പറയാം, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സം എടുത്തിട്ട് പകുതി എടുക്കുന്നത്, അതാണ് ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റു എന്തായിരിക്കും? ടൈം ഇവിടെ കൊടുക്കണം. ഓക്കെ, സോ ടൈം ആക്ച്വലി നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതും നമ്മൾ എന്ത് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്? ഞാൻ നേരത്തെ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനൊരു സാധനം കൊടുത്തില്ലേ, എന്തായിരുന്നു? വി മൈനസ് യു ബൈ ടി ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ സാധനം, അതിന് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. പക്ഷേ വി ആർ ഇൻറ്റർചേഞ്ചിങ് ദ ആക്സിലറേഷൻ ആൻഡ് ടൈം ക്യൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? വി മൈനസ് യു ബൈ എ ഇസ് ഈക്വൽ ടു ടി. ഈ ഇക്വേഷനാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടൈമിന് അവിടെ എന്തായിട്ട് മാറും? ടൈം അവിടെ മാറ്റിയിട്ട് മൈനസ് വി പ്ലസ് യു ബൈ 2 അല്ല അവിടെ ഉള്ളത്. ഓക്കെ, ഇൻറ്റു എന്ത് വരുന്നു? വി മൈനസ് യു ബൈ എ എന്ന് വരും. ഓക്കെ, സോ ഇവിടെയാണ് നമ്മളൊരു ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, നൗ വാട്ട് വിൽ ഹാപ്പൻസ്? നമ്മൾ ആ ഒരു ബ്രാക്കറ്റ് അവർ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് അല്ലേ. അപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എന്ത് പറയാം? മൾട്ടിപ്ലൈ ചെയ്യുന്ന വേണം അല്ലേ. സോ വി പ്ലസ് യു ബൈ 2 ഇൻറ്റു വി മൈനസ് യു ബൈ 2 എന്തായിട്ട് മാറും? നമ്മൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു എ 2a ആയിരിക്കും, ശരിയാണോ? ഇവിടെയാണെങ്കിലോ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു. അതെങ്ങനെയാണോ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പറയുന്ന പോലെയല്ലേ. അപ്പോൾ എന്ത് പറയാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞൂടെ? അപ്പോൾ ആ കേസാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. ഇവിടെ ആരുണ്ട്? LHSൽ ആരുണ്ട്? എസ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻസ്? ഈ 2a ഈ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ആ മൈനസ് യു സ്ക്വയർ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ദിസ് ഇസ് അവർ തേർഡ് കൈനമാറ്റിക് ഇക്വേഷൻ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് എന്തായാലും ഒരു ഡെറിവേഷൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇത് പഠിച്ചു വെച്ചോ. ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കോൺസെപ്റ്റാണ് കൈനമാറ്റിക് ഇക്വേഷൻസിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ സ്ട്രേറ്റ് ലൈൻ മോഷൻ. ഓക്കെ, സോ അടുത്ത നമ്മൾ മോഷന് പ്ലെയിനിലോട്ട് വരുവാണ്, 2 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ ഇവിടെ പ്രൊജക്ടൈൽ മോഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ ചാപ്റ്റർ പഠിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പഠിക്കേണ്ട ടോപ്പിക്കാണ് പ്രൊജക്ടൈൽ മോഷൻ. പഠിച്ചു വെച്ചോ, ഏതാണ് പ്രൊജക്ടൈൽ മോഷൻ, നോട്ട് ചെയ്ത് വെച്ചോ. പ്രൊജക്ടൈൽ മോഷൻ പഠിക്കാതെ എക്സാമിന് പോകണ്ട. യു ഹാവ് ടു സ്റ്റഡി ദ പ്രൊജക്ടൈൽ മോഷൻ. എന്തായാലും ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ്, മെജോറിറ്റി ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിക്കും?
പ്രൊജക്ടൈൽ മോഷൻ ചോദിക്കും. എന്തൊക്കെയാണ് ചോദിക്കുക? വി ഡു ഹാവ് 3-4 ഡെറിവേഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് വരുന്നുണ്ട്, പാത്ത് ഓഫ് ഇക്വേഷൻസ്, പാരാബോളിക് ഇക്വേഷൻ്റെ പാത്ത് വരുന്നുണ്ട്, മാക്സിമം ഹൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡെറിവേഷനിൽ വരുന്ന ടോപ്പിക്സുകൾ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റായി ചോദിച്ചൊരു ടോപ്പിക്കാണ് ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റും. അത് ഡെറിവേഷനായിട്ടും ചോദിക്കാം, ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4 മാർക്സ് 5 മാർക്സിന് സെക്ഷനിലാണ് എന്ത് വരിക? ഈ പറയുന്ന ഡെറിവേഷൻസ് വരുന്നത് അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, സോ പ്രൊജക്ടൈൽ മോഷൻ. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 2 ഡയമെൻഷൻ മോഷനാണിത്. അതായത് ഒരു എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം. അപ്പോൾ ഒരു ബോഡി ഇവിടെ പ്രൊജക്റ്റ് ആവുകയാണ്, ത്രോ ചെയ്യുവാണ്. അതിൽ നമുക്ക് വെർട്ടിക്കൽ മോഷനും ഉണ്ട്, ഹൊറിസോണ്ടൽ മോഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു മോഷനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. വെൻ എ ബോഡി ഈസ് ത്രോൺ ഓർ പ്രൊജക്റ്റഡ് നോൺ ആസ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, അപ്പോൾ പ്രൊജക്ടൈൽ മോഷനോട് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്ത് പറയാം? അതിനൊരു വെർട്ടിക്കൽ മോഷനും ഉണ്ട്, അറ്റ് എ ടൈം ഒരു ഹൊറിസോണ്ടൽ മോഷനും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, അതൊരു ഇനീഷ്യൽ വെലോസിറ്റി യുവിലാണ് അത് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. വാട്ട് വിൽ ഹാപ്പൻസ്? ഓക്കെ, സോ അത് യു കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ 2 കമ്പോണൻസ് ആക്കി മാറ്റുന്നുണ്ട്. അതൊന്ന് തീറ്റയുമായിട്ട് അടുത്ത് നിൽക്കുന്ന കമ്പോണൻറ്റ് യു കോസ് തീറ്റയാണ് along the horizontal consideration, and u sin theta is the vertical component of the initial velocity. u sin theta അതെങ്ങനെയായിരിക്കും? vertical consideration ആയിരിക്കും. അപ്പോൾ എന്ത് പറയാം? the vertical component that is u sin theta and the horizontal component that is u cos theta. ഇതൊക്കെ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി യുടെ എന്താണ്? കമ്പോണൻസുകളാണ്. ഇനി എന്താണ് പ്രൊജക്ടൈലിൻ്റെ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പരാബോളയാണ്. എന്താ പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു നോൺ ലീനിയർ ആയിട്ട് ഒരു കേർവ് ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ ചോദിക്കാം, 1 മാർക്കിനൊക്കെ ചോദിക്കാം. പാത്ത് ഓഫ് പ്രൊജക്ടൈൽ എന്താണ്? പാത്ത് ഓഫ് ട്രജക്ടറി എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ദാറ്റ് ഈസ് പാരാബോള. ഓക്കെ, എന്താണ്? പാരാബോളിക് പാത്തുവാണ്, അല്ലെങ്കിൽ പാരാബോള എന്നോട് പഠിച്ചു വെക്കുക. പാരാബോള. ഓക്കെ, പാരാബോള എന്ന് പറയും, പാരാബോള എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പ്രൊണൗൺസിയേഷൻ നോക്കണ്ട, ആ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. പാരാബോളിക് പാത്ത് വേ അല്ലെങ്കിൽ പാരാബോള എന്ന് പഠിക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ആ ഒരു ഡെറിവേഷനിലോട്ട് വരാം. സോ ഫസ്റ്റ് വൺ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ് ഫോർ പ്രൊജക്ടൈൽ. എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ. എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന TF വെച്ചിട്ടാണ്. ഓക്കെ, TF അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ടാണ്. അതായത് എത്ര ടൈം കൊണ്ടാണ് അത് എന്ത് ചെയ്തത്? ഫ്ലൈറ്റ് ആയത്. ഫ്ലൈറ്റ് ആയതെന്ന് പറയുമ്പോൾ അത് ത്രോൺ ചെയ്ത് എത്ര ടൈം കൊണ്ട് അത് ഫ്ലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ ഗ്രാഫ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് അത് കാണിക്കാം. ഞാൻ ഒരു എക്സ് ആക്സും വൈ ആക്സും കാണിക്കുന്നു. നിങ്ങൾ ഏത് ഡെറിവേഷൻ ചെയ്യുമ്പോഴും എന്ത് വേണം? ആ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഒരു പരാബോള കാണിക്കുന്നു, ഒരു ഇനീഷ്യൽ വെലോസിറ്റി യു കൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത് കാണിക്കുന്നു. അതിന് കമ്പോണൻസുകളുണ്ട് അല്ലേ? യു കോസ് തീറ്റയുണ്ട്, ഇവിടെ തീറ്റയുണ്ട്. ഓക്കെ, ആൻഡ് യു ദാറ്റ് ഈസ് യു സൈൻ തീറ്റ. ഓക്കെ, സോ ദ സെയിം തിങ്. അപ്പോൾ അതിനെടുത്ത ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദി പ്രൊജക്ടൈൽ ടു റീച്ച് ദ ടോട്ടൽ ടൈം. അതായത് ആ ഫ്ലൈറ്റിൻ്റെ ടോട്ടൽ ടൈം എവിടെ നിന്ന് പോകുന്നു അത് എവിടെ എത്തുന്നു, ആ എടുക്കുന്ന ടോട്ടൽ ടൈമിനെയാണ് എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി കൈനമാറ്റിക് ഇക്വേഷൻ ആണ്. S is equal to നമ്മൾ നേരത്തെ ഇപ്പോൾ ഡിറൈവ് ചെയ്തു. എവിടെയാണ്? സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഡിറൈവ് ചെയ്തു സ്ട്രേറ്റ് ആൻഡ് മോഷനിൽ. സെക്കൻഡ് ഇക്വേഷൻ S is equal to ut plus half at square. ഡെറിവേഷൻ എന്തായാലും പഠിക്കണേ. ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ എന്തായാലും പഠിക്കേണ്ട കൈനമാറ്റിക് ഇക്വേഷൻ ഡെറിവേഷനുകളാണ്, അതെന്തായാലും പഠിക്കണം. അതിൻ്റെ സെക്കൻഡ് ഇക്വേഷൻ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് S is equal to ut plus half at square എന്നുള്ളത്. ഓക്കെ, സോ ഇവിടുത്തെ ആ ഒരു ഒറിജിനൽ കമ്പോണൻറ്റ് നമ്മൾ ആക്ച്വൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ മോഷനിലാണ്. ഓക്കെ, ഇവിടുത്തെ വെർട്ടിക്കൽ മോഷൻ കൺസിഡറേഷൻ ഇവിടെ കൊടുക്കണം. ഓക്കെ, വെർട്ടിക്കൽ മോഷനാണ്, വെർട്ടിക്കൽ ഡയറക്ഷനാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒറിസോണ്ടൽ കമ്പോണൻസുകൾ ആളുകളൊക്കെ എന്താണ് ക്യാൻസൽ അടിക്കണം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എക്സ് കമ്പോണൻ്റ് ആണ്, അപ്പോൾ അത് 0 ആണ്. ഒറിസോണ്ടൽ കമ്പോണൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ഹിയർ ദ വെലോസിറ്റി എന്തായിരിക്കും? അത് നമ്മൾ ഒറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് പറയേണ്ടത്. ദാറ്റ് ഈസ് യു സൈൻ തീറ്റ, കാരണം വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്, അപ്പോൾ യു വൈ എന്നാണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് ആക്സലേഷൻ ഉണ്ടാവുമല്ലോ, വെർട്ടിക്കൽ ആയതുകൊണ്ട് താഴോട്ട് ആരാ വരിക? ഓൾവേസ് ഗ്രാവിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഗ്രാവിറ്റി എന്തിനാണ് ഇവിടെ കാണിക്കണം. ഓക്കെ, സോ ആക്സലേഷൻ ഈസ് ഈക്വൽ ടു -g. താഴോട്ടായതുകൊണ്ട് എന്ത് കൊടുക്കാം? -g എന്ന് കൊടുക്കാം. ആൻഡ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് TF ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ആളുകളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഇക്വേഷനിലോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അടുത്തത്. ഓക്കെ, സോ എന്തായിട്ട് മാറും? ഇക്വേഷൻ എന്തായിട്ട് മാറും? 0 is equal to u sin theta t minus TF minus half GTF square.
ശരിയാണോ? ഇപ്പോൾ ഈ മൈനസ് ആയ ആളുകൾ എനിക്ക് ഈ സൈഡിലോട്ട് കൊണ്ടുപോയിക്കൂടെ? അതെന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറൂലേ? അപ്പോൾ ഹാഫ് ജി ടി എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ടി എഫ്. ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ടി എഫ് എന്നൊക്കെ പറയാനോ? ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഷോർട്ടാണ് ടി എഫ്. ടി എന്ന് കൊടുത്താലും മതി. അപ്പോൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യണം? ദാറ്റ് ഡിനോട്ട്സ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് കാണിക്കാം. കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഓക്കെ, ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, ടൈം ഓഫ് ഫ്രിക്ഷൻ ഒന്നുമല്ല. ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, സോ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഒരു ടി എഫും ഈ സൈഡിലെ ടി എഫും കൂടെ ക്യാൻസൽ ആവും. ഇവിടെ ഒരു ടി എഫ് ഉണ്ട്, ഇവിടെ രണ്ട് ടി എഫ് ഉണ്ട്. രണ്ട് ടി എഫ് ആകുമ്പോൾ ഒന്ന് ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, സോ ഹാഫ് ജി ടി എഫ് ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്ത് കണ്ടുപിടിക്കേണ്ടത് പിള്ളേരെ? ടി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നോക്കി. അപ്പോൾ ടി എഫിൻ്റെ ഇക്വേഷനായിട്ട് മാറ്റണ്ടേ? അപ്പോൾ ടി എഫ് ഇസ് ഈക്വൽ ടു ഈ ജി സൈഡിലോട്ട് വരുമ്പോൾ അത് ഡിവൈഡ് ബൈ ജി ആയിട്ട് മാറും. ഡിവൈഡ് ബൈ 2 മുകളിലോട്ട് പോകുമ്പോൾ അത് ഇൻറ്റു 2 ആയിട്ട് മാറും. സോ 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. പഠിച്ചു വെച്ചോ. ഇക്വേഷൻ എന്തായാലും പഠിക്കണം ഫോർ ഡൂയിങ് ദ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ ഡെറിവേഷൻ ഇസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ദർ ഈസ് അറൗണ്ട് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്തോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ളത്, അലോങ് വിത്ത് എ പ്രോബ്ലം. ഓക്കെ, സോ ഇതിന് കൂടെ നമ്മൾ വരുന്ന ഒരു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്തിലോട്ട് പോവാം. ദറ്റ് ഈസ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, സോ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആ സ്ട്രക്ചർ തന്നെ കാണിക്കാം. ഞാൻ വീണ്ടും പിക്ചർ വരയ്ക്കണ്ടല്ലോ, നേരത്തെ വരച്ച പിക്ചറിലോട്ട് തന്നെ വരാം. മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ബോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു. ഇതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഹൈറ്റിൽ എത്രയാണ് എത്തുന്നത് അതാണ് അവിടുത്തെ എന്തോ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കൺസിഡർഡ് ആസ് ടു ബി ദ മാക്സിമം ഹൈറ്റ്. അത് പിന്നീട് താഴത്ത് വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് റീച്ച് ആവുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏറ്റവും ഏത് പോയിന്റിലാണ് അത് റീച്ച് ആവുന്നത്? ഏറ്റവും മാക്സിമം ആയിട്ട് അത് ഏത് പോയിന്റിലാണ് റീച്ച് ചെയ്യുന്നത് അതാണ് എന്ത് പറയുന്നത്? മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. എച്ച് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. മാക്സിമം ഹൈറ്റ് റിക്വയർഡ് ബൈ ദ പ്രൊജക്ടൈൽ ടു റീച്ച് ദ അറ്റ്മോസ്റ്റ് പോയിന്റ് എന്ന് പറയും. ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്താനെടുത്ത ആ ഡിസ്റ്റൻസ്, ആ ഹൈറ്റ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ മാക്സിമം ഹൈറ്റിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ലീനിയർ മോഷൻ ഇക്വേഷനാണ്, അല്ലെങ്കിൽ തേർഡ് കൈനമാറ്റിക് ഇക്വേഷനാണ്. സോ മാക്സിമം ഹൈറ്റ് എച്ച് മാക്സ് എന്നൊക്കെ പറയും. ഓക്കെ, സോ അതിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസ് വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഇക്വൽ ടു 2as, അല്ലെങ്കിൽ വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ആ തേർഡ് ഇക്വേഷൻ നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് മാത്രം. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തുതന്നെയാണ്? വേർട്ടിക്കൽ ഡയറക്ഷൻ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വേർട്ടിക്കൽ ഡയറക്ഷൻ മോഷൻ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എന്തൊക്കെ സംഭവിക്കും? നമ്മൾ യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് വേർട്ടിക്കലായിട്ട് കൊടുക്കണം. എന്താണ് വേർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് യു സൈൻ തീറ്റയാണ്. പിന്നെന്താണ്? അറ്റ് ടോപ്പസ്റ്റ് പോയിന്റ് മാക്സിമം ഹൈറ്റിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഈ വെലോസിറ്റി എന്തായിരിക്കും? ഏറ്റവും ടോപ്പസ്റ്റ് പോയിന്റ് കഴിഞ്ഞാൽ ആ പോയിന്റിൽ ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ ആക്സലേഷൻ എന്തായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക്? ആക്സലേഷൻ എന്തായിരിക്കും? താഴോട്ടാണ്, -g ആയിരിക്കും. നമ്മളിപ്പോൾ എങ്ങനെയാണോ ടൈം ഫ്ലൈറ്റ് ചെയ്തത് അതേ ഒരു കൺസിഡറേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഡിസ്റ്റൻസുകൾ എന്താക്കി എടുക്കും? മാക്സിമം ഹൈറ്റ് h ആക്കി എടുക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് വെർട്ടിക്കലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി y ഇസ് ഈക്വൽ ടു h എന്ന രീതിയിലൂടെ, അല്ലെങ്കിൽ s ഇസ് ഈക്വൽ ടു h എന്ന രീതിയിലൂടെ കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം നമ്മൾ ഇക്വേഷനിലോട്ട് കൊടുക്കുവാണ്. v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as ഇക്വേഷനിലോട്ട് കൊടുക്കുവാണ്. സോ v അവിടെ ഇല്ല, അപ്പോൾ 0 സ്ക്വയർ, ദെൻ മൈനസ് യു സ്ക്വയർ എന്ന് പറയുമ്പോൾ യു സൈൻ തീറ്റയാണ്. അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ, രണ്ടുപേർക്കും ആ സ്ക്വയർ അവിടെ കൊടുക്കണം. ഇസ് ഈക്വൽ ടു 2as ആണ്. അപ്പോൾ 2 × -g × h, അല്ലെങ്കിൽ -2gh എന്ന് പറയാം. ഓക്കെ, മൈനസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു -2gh. മൈനസ് വിൽ ക്യാൻസൽ, h ആണ് വേണ്ടത്. അപ്പോൾ h ഇസ് ഈക്വൽ ടു ഇവിടെ വെച്ചിട്ട് 2gനെ ഇവിടെ കൊണ്ടുപോവാം. അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. This is the maximum height or the height. Okay, this is the equation for the maximum height consideration. And this is about the derivation in the projectile motion. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റും എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ പഠിച്ചു പോകേണ്ട ഡെറിവേഷൻസ് ആണ്. ഇത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ റിഗ്രറ്റ് അടിക്കും. അത് അടിക്കാൻ പാടുണ്ടോ? ഇല്ല, ഇതെന്തായാലും പഠിച്ചു പോകണം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ എന്തായാലും ചോദിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ് എന്തോ പ്രൊജക്ടൈൽ മോഷനും അതിൽ വരുന്ന ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്, സോ ദാറ്റ് ഈസ് അബൌട്ട് മോഷൻ ആൻഡ് പ്ലെയിൻ.